അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന പ്രകൃതക്കാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കാലത്തിൻ്റെ ഒരു പോക്ക് ഞാൻ ആലോചിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ആൾ ദൈവങ്ങളും ഈ പിന്നെ ഈ പ്രേതം ഒഴിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമ്പലങ്ങളിൽ പൂജാരികളുടെ ആവശ്യമില്ല അല്ലേ? ഈ ശിവദാസ് ആരാണെന്ന് അത് പൂജാരിയാണോ? പൂജാരിയുടെ മുകളിലും അത് പൂജാരിൻ്റെ കൂടി കുറച്ചുകൂടി കൂടി ഐറ്റമാണോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് എല്ലാ മതത്തിലും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോലിയാരുടെ കാര്യം പറഞ്ഞു. മോലിയാരാണെങ്കിൽ അവിടെ വേറെ ഒരു മതത്തിൽ വരെ പാസ്റ്റർമാരുണ്ടാവും, അല്ല ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓരോ വരവാണ്. ദൈവം അവരെ ഈ പ്രേതം ഒഴിപ്പിക്കാനായിട്ട് അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത രീതിയിലുള്ള ഞാനാണ് ശക്തൻ, എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. തലക്കകത്ത് എന്തേലും മൂള വേണം, ബുദ്ധി. ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ അയാളെ പറയുന്നത്, ഈ ശിവദാസ് എന്ന് പറയുന്ന ആളെ പറയുന്നില്ല, അയാളെ വിളിച്ചു വരുത്തി ഈ പെണ്ണിൻ്റെ ഭർത്താവിനെയും അയാളുടെ തന്തനെയും വേണം തല്ലാൻ. പിന്നെ തള്ളയ്ക്ക് ഇതിലൊരു കൈയുണ്ടെന്ന് പറയുന്നത്, തള്ളനെ തെരഞ്ഞെടുത്ത്, പക്ഷേ തള്ളനെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിടിക്കുന്നു തോന്നുന്നു അടുത്ത് താമസിക്കാതെ. ഇവർ മൂന്നാളാണ് ഇപ്പോൾ പിടിയിലായത്. അല്ല, അത് ചെയ്യണം, ഉടനെ പിടിക്കണം, അവരെ അറസ്റ്റ് ചെയ്ത് ഇടണം. പോലീസിൻ്റെ അടുത്ത് 4 അടി തള്ളയ്ക്കും കിട്ടണം, തന്തയ്ക്കും കിട്ടണം, മോനും കിട്ടണം. പിന്നെ ഈ ശിവദാസ് എന്ന് പറഞ്ഞ പ്രേതം ഒഴിപ്പിക്കാൻ വരുന്ന ഇവരും കിട്ടണം. എന്നാലും ഇവരെയൊക്കെ പഠിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? മനുഷ്യന്മാരൊക്കെ കുറേ ഒരു ഉളുപ്പ് കൊടുത്തു. ഉളുപ്പുള്ളവർക്ക് പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ. ശരിയെന്നാൽ കൂടുതലും പറയുന്നതിൻ്റെ നിർത്തുകയാണ്. കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് കൂടി പോകത്തുള്ളൂ. ശരിയെന്നാൽ ഓക്കെ.